അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണ്. സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇനിക്വാലിറ്റീസ് ഗ്രാഫിക്കലി. 2x പ്ലസ് വൈ ഗ്രേറ്റർ ദൻ ഈക്വൽ ടു 6, 3x പ്ലസ് 4y ലെസ് ദൻ ഈക്വൽ ടു 12. ഈ ക്വസ്റ്റ്യൻ സംശയം പറഞ്ഞതുകൊണ്ടാണ് ഇതുകൂടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സാധാരണ ചെയ്യണ പോലെ തന്നെ നമ്മൾ ഫസ്റ്റത്തെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് കാണിച്ച പോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ 2x പ്ലസ് വൈ ഈക്വൽ ടു 6 എന്നുള്ള ഇക്വേഷൻ സെലക്ട് ചെയ്തു. ഗ്രേറ്റർ ദൻ ഈക്വൽ ടു 6 ആണ്, അതിൽ നിന്ന് ഇക്വേഷൻ സെലക്ട് ചെയ്തു. ഇനി അതിന് ശേഷം ഇതിൻ്റെ 2 പോയിൻറ്റ്സ്, ഇതൊരു ലൈൻ്റെ ഇക്വേഷനാണ്, ഇതിലെ 2 പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സും വൈയും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എക്സിനെ നമ്മളിതിൽ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷനിൽ എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നോക്കിക്കോളൂ, ഇക്വേഷനിൽ 2x പ്ലസ് വൈ ഈക്വൽ ടു 6 ആണ്. ഇതിൽ എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 0 പ്ലസ് വൈ ഈക്വൽ ടു 6 എന്ന് വരും. 0 പ്ലസ് വൈ ഈക്വൽ ടു 6, ദെൻ വൈ ഈക്വൽ ടു 6 എന്ന ആൻസർ വരും നമുക്ക്. എങ്കിൽ പോയിൻ്റ് എഴുതാൻ പറ്റും 0,6, അതാണ് പോയിൻ്റ് 0,6. എക്സ് 0 ആണെങ്കിൽ വൈ 6 ആണ്. ഇതുപോലെ തന്നെ നമ്മൾ ഒരു പോയിൻ്റ് കൂടി കണ്ടുപിടിക്കണം. 2x പ്ലസ് വൈ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ പോയിൻ്റ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. വൈക്ക് നമ്മൾ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്കിൽ വൈക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. 2x ഈക്വൽ ടു 6 എന്ന് വരും. എങ്കിൽ എക്സ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 2, ദെൻ എക്സ് ഈക്വൽ ടു 3. എക്സിന് 3 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ വൈ 0 ആണെങ്കിൽ എക്സ് 3 ആണ്. പോയിൻ്റ് എഴുതുമ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ ആദ്യം എഴുതും. 3 0 എന്നാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഇതൊരു ലൈനിൻ്റെ 2 പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ അടുത്ത ലൈൻ്റെയും പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത ഇക്വേഷൻ സെലക്ട് ചെയ്യാം. അടുത്ത ഇക്വേഷൻ 3x പ്ലസ് 4y ലെസ് ദൻ ഈക്വൽ ടു 12 എന്നുള്ള ഇനീക്വാലിറ്റി എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ 3x പ്ലസ് 4y ഈക്വൽ ടു 12 എന്നുള്ള ഇക്വേഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം 2 പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എടുത്തെഴുതാണ്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. എക്സും വൈ എഴുതി, എക്സിനെ 0 എന്ന് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് 0 എന്ന് കൊടുത്താൽ എന്താ ഉണ്ടാവുക? എക്സിന് 0 എന്ന് കൊടുത്താൽ ഇവിടെ എക്സിൻ്റെ ടേം മൊത്തം 0 ആവും. എക്സ് 0 ആണെങ്കിൽ 0 ഇൻറ്റു 3, ഇത് 0 ആവും. ദെൻ 4y ഈക്വൽ ടു 12 എന്ന് വരും. ദെൻ y ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 4, എങ്കിൽ 3 എന്ന ആൻസർ വരും. വേണമെങ്കിൽ അങ്ങനെ മനക്കണക്കായിട്ടും ഈ ടേബിൾ മാത്രം വരച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് തീരെ കിട്ടാത്ത കുട്ടികൾക്ക് കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുൾ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്, കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാനാണ്. അപ്പോൾ എക്സിൻ്റെ അവിടെ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. അപ്പോൾ 3 ഇൻറ്റു 0 എന്ന് വരും. പ്ലസ് 4y ഈക്വൽ ടു 12 എന്നായി. ദെൻ 4y ഈക്വൽ ടു 12, y ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 4, ദെൻ y ഈക്വൽ ടു നമുക്ക് 3 എന്ന ആൻസർ കിട്ടി. എങ്കിൽ അവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ സ്റ്റെപ്പുകൾ കട്ട് ചെയ്ത് പരമാവധി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഒരു പോയിൻ്റ് കൂടി നമുക്ക് കണ്ടുപിടിക്കണം. ഈ പോയിൻ്റ് എടുത്തെഴുതിയിട്ടില്ല, അപ്പോൾ പോയിൻ്റ് എടുത്തെഴുതണം. എക്സിന് 0 കൊടുത്തപ്പോൾ y 3 എന്ന് കിട്ടി. അപ്പോൾ 0 3. ദെൻ ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? വൈക്ക് നമ്മൾ 0 എന്ന് ഇട്ട് കൊടുക്കണം. അതായത് വൈക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ 3x പ്ലസ് 4y ഈക്വൽ ടു 12 എന്നുള്ളതിൽ തന്നെ വൈയുടെ ടേം 0 കൊടുക്കുന്നു. എങ്കിൽ 3x ഈക്വൽ ടു 12 എന്നാണ് വരിക. 4 ഇൻറ്റു 0 വരുമ്പോൾ അത് മൊത്തം ക്യാൻസലായി പോകും. അപ്പോൾ 3x ഈക്വൽ ടു 12, ദെൻ എക്സ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 3, ദറ്റ് ഈസ് ഈക്വൽ ടു 4. എക്സിന് 4 എന്നുള്ള വാല്യൂ കിട്ടി. എങ്കിൽ ഇവിടെ പോയിൻ്റ് എഴുതുമ്പോൾ 4 0. എക്സിൻ്റെ പോയിൻ്റ് ആദ്യം എഴുതും നമ്മൾ. എക്സിൻ്റെ വാല്യൂ ആദ്യം എഴുതും പോയിൻ്റ് എഴുതുമ്പോൾ. 4 0 എന്നുള്ള പോയിൻ്റാണ് കിട്ടുക. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് 2 ലൈൻ ഗ്രാഫിൽ വരയ്ക്കാൻ അറിയാം. ഇപ്പോൾ ഇത് റഫായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് വരയ്ക്കുമ്പോൾ സ്കെയിൽ യൂസ് ചെയ്ത് മെഷർമെൻറ്റ് കൃത്യമായിട്ട് എടുത്തിട്ട് വരയ്ക്കുക. സീറോ എന്നുള്ള ഒറിജിൻ പോയിന്റ് ഇവിടെയാണ് വരിക. അപ്പോൾ 0 മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇനി 1 2 3 സ്കെയിൽ വെച്ച് ഈക്വൽ മെഷർമെൻറ്റ് എടുത്ത് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ റഫായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പോയിൻറ്റ്സ് നമുക്ക് അടയാളപ്പെടുത്താം. ആദ്യം തന്നെ ആദ്യത്തെ ലൈൻ്റെ 2 പോയിൻറ്റ്സ് ആണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 0 6 എന്ന് പറഞ്ഞാൽ അറിയാം, എക്സ് 0 ആണെങ്കിൽ വൈ ആക്സസ്മയാണ് പോയിൻ്റ് വരിക. വൈ ആക്സസിൽ 6 നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ 0 6 എന്നുള്ള പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇനി 3 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആണ് 0 ആയിട്ട് നിൽക്കുന്നത് എങ്കിൽ എക്സുമയാണ് പോയിൻ്റ് വരിക. എക്സ് ആക്സസ്മ പോയിൻ്റ് വരും. എക്സ് ആക്സസിൽ 3 പോയിൻ്റ് വരിക. 3 0. ഇനി അത് നമുക്ക് യോജിപ്പിച്ച് വരച്ചിടാം. ആ 2 പോയിൻറ്റ്സ് കിട്ടിയത് യോജിപ്പിച്ച് ലൈനാക്കി വരയ്ക്കും. ആ ലൈൻമേ കയ്യോടെ അതിൻ്റെ ഇക്വേഷൻ എഴുതി വയ്ക്കുക. ടു എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദൻ ഈക്വൽ ടു 6 എന്നുള്ള ഇക്വേഷനാണത്. ഇനി ഇതുപോലെ നമുക്ക് അടുത്ത 2 പോയിൻറ്റ്സ് ഉപയോഗിച്ച് അടുത്ത ലൈൻ വരയ്ക്കണം. അപ്പോൾ അടുത്ത പോയിൻറ്റ്സ് 0 3 അതുപോലെ 4 0 ആണ്. 0 3 എന്ന് പറഞ്ഞാൽ അറിയാം, എക്സ് 0 ആണെങ്കിൽ വൈ ആക്സസിന് 3 മാർക്ക് ചെയ്യണം നമ്മൾ. അപ്പോൾ വൈ ആക്സസിന് 3 മാർക്ക് ചെയ്തു. അവിടെ പോയിൻ്റ് എഴുതുക 0 3. ഇനി അതുപോലെ 4 0 എന്നുള്ളത് വൈ 0 ആണ് എങ്കിൽ എക്സുമ്മയാണ് പോയിൻ്റ് വരിക. എക്സിൽ 4 പോയിൻ്റ് വരിക. അപ്പോൾ അതേവിടെ 4 കിടക്കുന്നു. 4 മാർക്ക് ചെയ്തു. 4 0 എന്നുള്ള പോയിൻറ്റും അവിടെ എഴുതി വെച്ചു. ഇനി നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് ഇത് ഇവിടെ 2 പോയിൻറ്റുകൾ. ഇനി എന്ത് ചെയ്യുക, ഈ പോയിൻറ്റിനെയും കൂട്ടി യോജിപ്പിച്ച് ലൈൻ വരയ്ക്കണം. ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്യണം. ഇനി ഷെയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ ലൈനിൻ്റെ കീഴിലും കിടക്കുന്ന ഒറിജിൻ, അതായത് ഒരു ലൈനിനെ സംബന്ധിച്ച് 2 സൈഡിലേക്ക് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഈ ലൈനിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്കെയിൽ വെച്ച് കാണിച്ചു തരാം. ഈ ലൈനിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ലൈനിൻ്റെ 2 സൈഡിലേക്ക് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇവിടേക്കും ഷെയ്ഡ് ചെയ്യാൻ പറ്റും, ഇപ്പുറത്തേക്കും ഷെയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കൂ, ഈ സൈഡിലാണ് 0 0 എന്ന് പറയുന്നത്. ഇവിടെയാണ് 0 0 എന്ന് പറയുന്ന ഒറിജിൻ പോയിൻ്റ് കിടക്കുന്നത്. അപ്പോൾ 0 0 എന്നുള്ള ഒറിജിൻ പോയിൻ്റ് ഈ ലൈനിൻ്റെ സൊല്യൂഷനിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക അത് ഇൻക്ലൂഡഡ് ആണോ എന്ന്? ഈ ലൈനിൻ്റെ ഇക്വേഷനിൽ നമ്മൾ 0 0 എന്നുള്ള ഒറിജിൻ പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഇക്വേഷൻ്റെ ഉള്ളിൽ, അതായത് ഇക്വേഷൻ കറക്റ്റാണ് കിട്ടുന്നതെങ്കിൽ ഇക്വേഷൻ്റെ ഉള്ളിൽ ആ പോയിൻ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 0 0 എന്നുള്ള ഒറിജിൻ പോയിൻ്റ് ഇൻക്ലൂഡഡ് ആണെന്നാണ് കിട്ടുന്നതെങ്കിൽ ഈ സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്യണം. ഇനി 0 0 എന്നുള്ള പോയിൻ്റ് നോട്ട് ഇൻക്ലൂഡഡ് ആണ് കിട്ടുന്നതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ലൈനെയും ഇങ്ങനെ ഓരോ ലൈനെയും എടുത്ത് നോക്കുക. ഈ ലൈനെ സംബന്ധിച്ച് 2 സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. ഈ സൈഡിലേക്കും ഷെയ്ഡ് ചെയ്യാൻ പറ്റും, ഓപ്പോസിറ്റ് സൈഡിലേക്കും ഷെയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ 0 0 എന്നുള്ള പോയിൻ്റ് അവിടെ ഉണ്ട്. അപ്പോൾ 0 0 എന്നുള്ള പോയിൻ്റ് അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ മാത്രമേ, ആ സൊല്യൂഷൻ്റെ ഉള്ളിൽ വരുന്നൊരു പോയിൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ 0 0 എന്നുള്ള ഒറിജിൻ പോയിൻ്റ് അതിൽ ഇൻക്ലൂഡഡ് ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ 0 0 എന്നുള്ള ഒറിജിൻ പോയിൻറ്റിനെ എടുത്തു. ഇനി നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻ ഉണ്ട്. ആ 2 ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 2x + y > 6. അപ്പോൾ ഇനിക്വാലിറ്റിയുടെ ഇക്വേഷൻ അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ.
ഒറിജിൻ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇനി 0 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു എക്സിന് 0 വരും. അതുപോലെ തന്നെ ഇവിടെ y പോയിന്റും 0 ആണ്, അപ്പോൾ വൈക്കും 0 വരും. ഗ്രേറ്റർ ദൻ ഈക്വൽ ടു 6. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 2 ഇൻറ്റു 0 0 ആണ്. 0 പ്ലസ് 0 എന്ന് പറയുമ്പോൾ 0. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദൻ ഈക്വൽ ടു 6 എന്നാണ് നമ്മൾ ഫൈനൽ ഇക്വേഷൻ വരിക. അപ്പോൾ ഒറിജിൻ പോയിന്റ് ഈ ലൈനിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 0 ഗ്രേറ്റർ ദൻ ഈക്വൽ ടു 6. ഇത് മാത്തമാറ്റിക്കലി റോങ് ആണ്. 6നേക്കാളും വലുതാണ് 0 എന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. അത് ശരിക്കും മാത്തമാറ്റിക്കലി റോങ് ആണ്. അപ്പോൾ മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് റോങ്. റോങ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഒറിജിൻ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സൊല്യൂഷൻ. അതായത് ഈ ലൈനിൻ്റെ അടിയിൽ ഒറിജിൻ പോയിന്റ് വരില്ല. അതിൻ്റെ സൊല്യൂഷനിൽ ഒറിജിൻ പോയിന്റ് നോട്ട് ഇൻക്ലൂഡഡ്. അപ്പോൾ എഴുതി വെക്കുക, ഒറിജിൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ ഉള്ളിൽ ഒറിജിൻ നോട്ട് ഇൻക്ലൂഡഡ്. ഒറിജിൻ നോട്ട് ഇൻക്ലൂഡഡ് അല്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്? ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കുക, നമ്മൾ എടുത്തിരിക്കുന്ന ഇക്വേഷൻ ഏതാ? 2x പ്ലസ് y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 6. ഇക്വേഷൻ ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് 2x പ്ലസ് y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 6. ഇതാണ് ലൈൻ. എങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡിലേക്ക് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. ഒറിജിൻ ഉള്ള ഭാഗത്തേക്കും ഷെയ്ഡ് ചെയ്യാം, ഒറിജിൻ ഇല്ലാത്ത ഭാഗത്തേക്കും ഷെയ്ഡ് ചെയ്യാം. ഒറിജിൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. ഒറിജിൻ ഇൻക്ലൂഡഡ് അല്ല. കാരണം മാത്തമാറ്റിക്കലി ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ റോങ് ആണ്. ഇക്വേഷൻ കറക്റ്റ് അല്ല. 0 നോട്ട് ഗ്രേറ്റർ ദാൻ 6. 6നേക്കാളും വലുതല്ല 0. എങ്കിൽ മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് റോങ്. കിട്ടിയിരിക്കുന്നത് റോങ് ആയതുകൊണ്ട് ഒറിജിൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സൊല്യൂഷൻ. ഒറിജിൻ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഏത് ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യണം? ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒറിജിൻ ഇല്ലാത്ത ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യണം. ഇനി ഇതുപോലെ തന്നെ അടുത്ത ഇക്വേഷൻ നമ്മൾ നോക്കണം. അടുത്ത ഇക്വേഷൻ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഏതാണ്? അടുത്ത ഇക്വേഷൻ നമ്മുടെ കയ്യിലുള്ളത് ഈ ലൈനിൻ്റെ ഇക്വേഷനാണ്. ഈ ലൈനിൻ്റെ ഇക്വേഷൻ ലൈൻമേ എഴുതി വെക്കണം. 3x പ്ലസ് 4y ലെസ് ദാൻ ഈക്വൽ ടു 12. അതാണ് ആ ഇക്വേഷൻ. എങ്കിൽ ആ ഇക്വേഷൻ നമ്മൾ ചെയ്ത് നോക്കുക. 3x പ്ലസ് 4y ലെസ് ദാൻ ഈക്വൽ ടു 12. ഇതിൽ നമ്മൾ ഒറിജിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി ചെയ്യണമെന്നൊന്നുമില്ല, മനക്കണക്കായിട്ട് ചെയ്ത് നോക്കിയാലും കിട്ടും. എക്സിന് 0 വരുന്നു, വൈക്ക് 0 വരുന്നു. അപ്പോൾ എന്താ ഉണ്ടാവുക നോക്കുക. എക്സിൻ്റെ അവിടെ 0 വന്നാൽ എക്സ് മൊത്തം 0 ആയി പോകും. വൈയുടെ അവിടെ 0 വന്നാൽ 0 ഇൻറ്റു 4 എന്നാണ് പറയണേ, മൊത്തം 0 ആയി പോകും. 0 പ്ലസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ലെസ് ദാൻ ഈക്വൽ ടു 12. ഇക്വേഷൻ ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ നോക്കുക. 0 ലെസ് ദാൻ ഈക്വൽ ടു 12. 0 ലെസ് ദാൻ 12 ഇത് കറക്റ്റാണ്. 0 ലെസ് ദാൻ 12, 12നേക്കാളും ചെറുതാണ് 0. എങ്കിൽ മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് കറക്റ്റ്. നമ്മൾ ചെയ്തത് പ്രകാരം ഒറിജിൻ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ് കിട്ടിയത്. എങ്കിൽ ഇറ്റ് ഈസ് കറക്റ്റ്. സോ ഒറിജിൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. അതുകൊണ്ട് തന്നെ ഒറിജിൻ ആ സൊല്യൂഷനിൽ ഉൾപ്പെടും. ഒറിജിൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. ആ സൊല്യൂഷൻ്റെ ഉള്ളിൽ ഒറിജിൻ വരും. അപ്പോൾ നമ്മൾ ലൈനിൻ്റെ രണ്ട് സൈഡിലേക്ക് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ലൈൻ. ഇതാണ് നമ്മുടെ 3x പ്ലസ് 4y ലെസ് ദാൻ ഈക്വൽ ടു 12 എന്നുള്ള ലൈൻ. ഇതാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഈ സൈഡിലേക്ക് ഒറിജിൻ ഇല്ലാത്ത ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒറിജിൻ ഉള്ള ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യാം. നമുക്ക് കിട്ടിയത് ഒറിജിൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. അവസാനത്തെ ഇക്വേഷൻ കറക്റ്റ് ആണ്. മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് കറക്റ്റ്. 0 12നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ ഒറിജിൻ ഉള്ള ഭാഗത്തേക്ക്, ഒറിജിൻ ഏത് സൈഡിലാണോ കിടക്കണേ ആ സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ഒറിജിൻ ഉള്ള ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഷെയ്ഡിങ് വരിക? ഇങ്ങനെയാണ് ഷെയ്ഡിങ് വരിക.
അവസാനം നോക്കുമ്പോൾ ഇവിടെ 2 ലൈനിൽ നിന്നും ഷെയ്ഡിങ് വന്നേണത്, 2 ലൈൻ്റെയും ഷെയ്ഡിങ് ഒരുമിച്ച് വന്നേണ ഭാഗം നോക്കുമ്പോൾ ഏത് ഭാഗത്താണ് 2 ലൈൻ്റെയും ഷെയ്ഡിങ് വന്നേണത്? ദേ ഈ ലൈനിൽ നിന്ന് ദേ ഇങ്ങോട്ട് ഷെയ്ഡിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലൈനിൽ നിന്ന് 2x + y > 6 എന്ന് പറഞ്ഞ ലൈനിൽ നിന്ന് ഇങ്ങോട്ടും ഷെയ്ഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ലൈനിൻ്റെയും കൂടി കോമൺ ആയിട്ട് ഷെയ്ഡിങ് വന്നേണ പോർഷനാണ് നമുക്ക് സൊല്യൂഷനായിട്ട് വരിക. ഈ 2 ഇക്വേഷൻ്റെയും കൂടി സൊല്യൂഷനായിട്ട് വരിക. 2 ലൈനിൻ്റെയും ഷെയ്ഡിങ് വന്നിരിക്കണം. 2 ലൈനിൻ്റെയും ഷെയ്ഡിങ് വന്നിരിക്കുന്ന, കോമൺ ആയിട്ട് ഷെയ്ഡിങ് വന്നിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ സൊല്യൂഷനായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇൻഇക്വാലിറ്റീസ് ഗ്രാഫിക്കലി. 3x + 2y <= 12, x > 1, y > 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ലൈനിൻ്റെ ആദ്യത്തെ ലൈൻ എടുക്കുന്നു, 3x + 2y. ഇതിൻ്റെ ലൈനിൻ്റെ ഇക്വേഷൻ എടുക്കുന്നു. അപ്പോൾ =12 എന്നുള്ള ഇക്വേഷൻ എടുത്തു. നമ്മൾ ആ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് 2 പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. x y, എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. എങ്കിൽ 3x + 2y = 12 എന്നുള്ളതിൽ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എങ്കിൽ 3 × 0 0 + 2y = 12 എന്ന് വരും. ദെൻ 2y = 12, ദെൻ y = 12/2 6 എന്ന് വരും. y = 6 എന്ന് കിട്ടും. എങ്കിൽ നമുക്ക് ഒരു പോയിൻ്റ് കിട്ടി. x 0 ആണെങ്കിൽ y 6 ആണ്. 0 6 എന്നുള്ള ഒരു പോയിൻ്റ് കിട്ടി. ഇതുപോലെ ഒരു പോയിൻ്റ് കൂടി നമുക്ക് കിട്ടണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? y 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. yക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷനിൽ തന്നെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ 3x + 2y = 12 എന്ന് പറയുന്ന ഇക്വേഷനിൽ 3x അങ്ങനെ തന്നെ എഴുതും. 2 × y എന്നുള്ളിടത്താണ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. = 12. 3x + 2 × 0 എന്ന് വരുമ്പോൾ 0 = 12 എന്ന് വരും. 3x + 0 3x എന്ന് വരും, = 12. ദെൻ x = 12/3, x = 4 എന്ന് ആൻസർ വരും. എക്സിന് 4 ആണെങ്കിൽ, y 0 ആണെങ്കിൽ എക്സിന് 4 എന്നാണ് ആൻസർ വന്നത്. അപ്പോൾ പോയിൻ്റ് എങ്ങനെയാണ് എഴുതുക? 4 0. എക്സിൻ്റെ വാല്യൂ ആദ്യം എടുത്ത് എഴുതണം. ഇപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടി. അപ്പോൾ ഒരു ലൈൻ വരയ്ക്കാൻ പറ്റും. ഇനി നമ്മുടെ കയ്യിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 ഇക്വേഷൻ കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം. x > 1. അതിൽ നിന്ന് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാനുള്ള ഇക്വേഷൻ കിട്ടും. x = 1 എന്നുള്ള ഒരു ഇക്വേഷൻ. അതുപോലെ അടുത്ത ഇക്വേഷൻ y > 1. അതിൽ നിന്ന് y = 1 എന്നുള്ള വേറൊരു ഇക്വേഷനും കിട്ടും. അപ്പോൾ ഈ 2 ഇക്വേഷനും കൂടി മനസ്സിലുണ്ടാവണം ഗ്രാഫ് വരയ്ക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാൻ ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് 2 പോയിൻറ്റ്സ് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ അടുത്ത 2 ഇക്വേഷനിൽ നിന്ന് 2 ലൈൻ വരയ്ക്കാനുള്ള ഇക്വേഷൻസും നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഗ്രാഫിൽ മൊത്തം 3 ലൈൻസ് ഉണ്ടാവും. x ആക്സിസ് y ആക്സിസ് വരയ്ക്കുക, നമ്പേഴ്സ് മാർക്ക് ചെയ്യുക. മൈനസ് സെക്ഷനിലേക്ക് നമുക്ക് പോയിന്റുകൾ വരുന്നില്ല, അതുകൊണ്ട് കുറച്ച് നമ്പേഴ്സ് മാർക്ക് ചെയ്താൽ മതി. അപ്പം ഇനി നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ആദ്യം തന്നെ ആദ്യത്തെ ഇക്വേഷൻ്റെ 2 പോയിന്റ്സാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 0 6 എക്സ് 0 ആണ് എങ്കിൽ y ആക്സിസിൽ 6 മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് y ആക്സിസ്. y ആക്സിസിൽ 6 മാർക്ക് ചെയ്യുക. 0 6 എന്ന് പറയുന്ന പോയിന്റ് അവിടെ എഴുതി വയ്ക്കുക.
അടുത്ത പോയിൻ്റ് 4 0 ആണ്. y 0 ആണ് എങ്കിൽ എക്സുമ്മയാണ് പോയിൻ്റ് വരിക. അപ്പോൾ അതേ 4 0 എക്സ് ആക്സിസിൽ 4 0 എന്ന് പറഞ്ഞ പോയിൻ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ്റെ 2 പോയിൻറ്റ്സ് നമുക്ക് കിട്ടി എങ്കിൽ അത് കൂട്ടി യോജിപ്പിച്ച് ലൈൻ വരയ്ക്കുക. ഇവിടെ ഇക്വേഷനിൽ ഈക്വൽ ടു എന്നുള്ള സൈൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഡാർക്കൻഡ് ആയിട്ട് ഇത് വരയ്ക്കാം. ലൈൻ വരയ്ക്കുമ്പോൾ ഡാർക്കൻഡ് ആയിട്ട് വരയ്ക്കാം. ആ ലൈൻമേ നമ്മൾ ആ ഇക്വേഷൻ എഴുതി വയ്ക്കുക. 3x + 2y <= 12. ഇനി നമുക്ക് 2 ലൈനും കൂടി വരയ്ക്കാനുണ്ട്. x = 1. x = 1 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് നോക്കാതെ ഇതാണ് എക്സ് ആക്സിസ്. x = 1 എന്നുള്ള ലൈനാണ് നമ്മൾ വരയ്ക്കുന്നത്. എക്സ് ആക്സിസിൽ 1ൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അത് വരയ്ക്കുമ്പോൾ 1ൽ ഇതേ സ്കെയിൽ വെച്ചു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ അത് y ആക്സിസിന് പാരലലായിട്ടാണ് ആ ലൈൻ വരിക. ഈ ലൈനാണ് ഇപ്പോൾ വരച്ച എക്സിൽ 1ൽ കൂടെ വരച്ച ലൈനാണ് നമുക്ക് x > 1 എന്നുള്ള ലൈൻ, അതായത് x = 1 എന്നുള്ള ലൈൻ. ഇനി y = 1 എന്നുള്ളതാണ് അടുത്ത ലൈൻ വരയ്ക്കുന്നത്. y = 1 y ആക്സിസിൽ ഇതാണ് y ആക്സിസിൽ 1 എടുക്കുക. 1ൽ കൂടെയാണ് നമ്മൾ ലൈൻ വരയ്ക്കേണ്ടത്. y ആക്സിസിൽ 1ൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അത് എക്സ് ആക്സിസിന് പാരലലായിട്ടാണ് വരിക. എക്സ് ആക്സിസിന് പാരലലായിട്ടാണ് ആ ലൈൻ വരിക. അതിനെ നമുക്ക് എഴുതി വയ്ക്കാം y > 1 എന്നുള്ള ഇക്വേഷൻ പ്രകാരമാണ് y = 1 കിട്ടിയത്. അങ്ങനെയാണ് നമ്മൾ ഈ ലൈൻ വരച്ചത്. ഇനി ഇത് ഷെയ്ഡ് ചെയ്യണമെന്ന് നോക്കാം. ഷെയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒറിജിൻ അതിൽ ഇൻക്ലൂഡഡ് ആണോ അല്ലേന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ഉണ്ട് 3x + 2y <= 12. ഇതിൽ ഒറിജിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക? എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം 0 ആയിപ്പോകും. അതുപോലെ വൈക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം 0 × 2 എന്ന് വരുമ്പോൾ 0 ആവും. 0 + 0 0 എന്ന് വരും. <= 12. 0 <= 12. ഇത് കറക്റ്റാണ്, ഇക്വേഷൻ കറക്റ്റാണ്. സോ ഒറിജിൻ ഇൻക്ലൂഡഡ് ഇൻ ദ സൊല്യൂഷൻ. ഒറിജിൻ വരുന്ന ഭാഗത്തേക്ക് ആ ലൈനിൻ്റെ അടിയിലേക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ഒറിജിൻ ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്, ഒറിജിൻ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മുടെ ലൈൻ വേ ഇതാണ്. ഇതാണ് 3x + 2y <= എന്ന് പറയുന്ന ലൈൻ. ഈ ലൈനാണ്. ഇതിൻ്റെ ഒറിജിൻ കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്കാണ് ഷെയ്ഡിങ് വരിക. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള റീജിയൻ മാത്രമേ, അതായത് ബാക്കി 2 ലൈനും കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന റീജിയൻ മാത്രമേ ഷെയ്ഡ് ചെയ്യണുള്ളൂ. ഷെയ്ഡിങ് വരികയാണെങ്കിൽ മൊത്തത്തിൽ ഷെയ്ഡിങ് വരും. പക്ഷെ കോമൺ ആയിട്ട് വരുന്ന ബാക്കി 2 ലൈനുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രം, കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗം മാത്രം. ബാക്കി ഒരു ലൈൻ ഇവിടെയാണ് കിടക്കുന്നത്, ഒരു ലൈൻ ഇങ്ങനെയാണ് ഇവിടെയാണ് കിടക്കുന്നത്. ഈ 2 ലൈനുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗം മാത്രമേ ഷെയ്ഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ലൈനിൻ്റെ താഴേക്ക് ഒറിജിൻ ഉൾപ്പെടുന്ന ഭാഗത്തേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങടാണ്, താഴത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇനി നോക്കൂ, അതുപോലെ ഇനി അടുത്ത ഇക്വേഷൻ നമുക്ക് x > 1. ഇതിൻ്റെ മീനിങ് എന്താണ്? എക്സ് എന്ന് പറയണത് 1 ആണ്, 1നേക്കാളും കൂടുതലുമാണ്. അപ്പോൾ എങ്ങടാണ് ഷെയ്ഡിങ് വരിക? x = 1. ഇതാണ് ലൈൻ. ഇതിൻ്റെ x = 1 എന്ന് പറയുന്നത് ഇതാണ് ലൈൻ. ഇനി കൂടുതലും 1നേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇപ്പുറത്തെ സൈഡിലേക്ക് വരില്ല. എക്സിൻ്റെ വാല്യൂസ് 0യോ എക്സിൻ്റെ വാല്യൂസ് 1 1ൽ കൂടുതലുമാണ്. അപ്പോൾ 1ന് ശേഷമുള്ള ഇപ്പുറത്തെ സൈഡിലേക്കോ 0യോ -1 -2 -3 ഈ ഭാഗത്തേക്കൊന്നും ഷെയ്ഡിങ് വരില്ല. എക്സിൻ്റെ ഈ ലൈനിൽ നിന്ന് ഇങ്ങടാണ് ഷെയ്ഡിങ് വരിക. അപ്പോൾ ബാക്കി ലൈൻസുമായിട്ട് ടച്ച് ചെയ്യാൻ പോകുന്ന ഭാഗം ഇത്രയും ഭാഗമാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുക. ഇനി അതുപോലെ ഒരു ഇക്വേഷൻ ഉള്ളത് y > 1 ആണ്. y > 1 എന്ന് പറഞ്ഞാൽ എന്താ? വൈയുടെ വാല്യൂ 1 1ൽ കൂടുതലും ഒരിക്കലും
ഒരിക്കലും ഇത് വൈയുടെ വാല്യൂ താഴേക്ക് വരില്ല, അതായത് 0, -1, -2 ആ ഭാഗത്തേക്ക് വരില്ല. പകരം മുകളിലേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടി വരിക, ഒന്നിൽ കൂടുതലും. അപ്പോൾ ബാക്കി 3 ലൈൻസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്താലും മതി. അതായത് കോമൺ ആയിട്ട് ഷെയ്ഡിങ് വരിക, ഈ 3 ലൈൻ്റെയും കോമൺ ആയിട്ട് ഷെയ്ഡിങ് വരിക, ഇവിടെയാണ് കോമൺ ആയിട്ടുള്ള ഷെയ്ഡിങ് വരിക. ബാക്കി y = 1 എന്നുള്ള ലൈനിൽ ബാക്കി വരുന്ന ഷെയ്ഡിങ്ങുകൾ, മുകളിലേക്ക് വരുന്ന ഷെയ്ഡിങ്ങുകളൊന്നും കോമൺ ആയിട്ട് 3 ലൈൻസുമായിട്ട് ടച്ചിങ്ങിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. കോമൺ ആയിട്ടുള്ള സൊല്യൂഷൻ 3 ലൈൻസും കൂടി കോമൺ ആയിട്ടുള്ള സൊല്യൂഷൻ ഇവിടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സോൾവ് 3x - 4y < 12 ഗ്രാഫിക്കലി. അപ്പോൾ ഇതിൻ്റെ ലൈനിൻ്റെ ഇക്വേഷൻ എടുത്തെഴുതുക. 3x - 4y = 12 എന്ന് എഴുതാൻ പറ്റും ഇതിൻ്റെ ലൈനിൻ്റെ ഇക്വേഷൻ. 2 പോയിൻറ്റ്സ് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ടേബിൾ വരയ്ക്കുക. എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇക്വേഷനിൽ 3x - 4y = 12 എന്നുള്ള ഇക്വേഷനിൽ എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്കിൽ നമുക്ക് y വാല്യൂ കിട്ടും. 3 × 0 0 എന്ന് വരും. -4y = 12. ദെൻ y കണ്ടുപിടിക്കാൻ വേണ്ടി yനെ ഇവിടെ നിർത്തുക, -4നെ ഇങ്ങോട്ട് കിടത്തുക. അപ്പോൾ 12 / -4 എന്ന് വരും. y = 12 / -4 എന്ന് വരുമ്പോൾ -3 ആണ് ആൻസർ വരും. എങ്കിൽ നമുക്ക് പോയിൻറ്റ്സ് കിട്ടും 0, -3. ഇനി നമ്മൾ ചെയ്യേണ്ടത് yക്ക് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷനിൽ തന്നെ yക്ക് പകരം 0 എന്ന് ഇട്ട് കൊടുത്തു, = 12. എങ്കിൽ 3x - 4 × 0 എന്ന് വരുമ്പോൾ 0 വരും, = 12. 3x - 0 എന്ന് വന്നാൽ 3x = 12. ദെൻ x = 12 / 3. ദെൻ x = 4. yക്ക് 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 4 എന്നാണ് നമുക്ക് കിട്ടുക. എങ്കിൽ 0.40 2 പോയിൻ്റ് കിട്ടി. നമുക്ക് ഈ ഇക്വേഷന് 2 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. 3x - 4y < 12ന് 0 - 3 എന്ന് പറയുന്ന പോയിൻറ്റും അതുപോലെ 40 എന്ന് പറയുന്ന 2 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഗ്രാഫിൽ നമ്മൾ മാർക്ക് ചെയ്ത് വരയ്ക്കാൻ പോവുകയാണ് ഗ്രാഫ്. അപ്പോൾ ആദ്യം പോയിൻ്റ് മാർക്ക് ചെയ്യേണ്ടത് 0 - 3 മാർക്ക് ചെയ്യണം. അപ്പോൾ x 0 ആണ് എങ്കിൽ y ആക്സിസിനെയാണ് പോയിൻ്റ് വരിക. y ആക്സിസിൽ -3ൽ പോയിൻ്റ് വരും. y ആക്സിസിൽ -3 ഇവിടെയാണ്. അപ്പോൾ -3ൽ മാർക്ക് ചെയ്യുക, അവിടെ എഴുതി വയ്ക്കുക. 0 - 3 ആണ് പോയിൻ്റ്. അതുപോലെ ഇനി അടുത്ത പോയിൻ്റ് മാർക്ക് ചെയ്യേണ്ടത് 40 എന്ന് പറയുന്ന പോയിൻ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 40 y 0 ആണ് എങ്കിൽ x ആക്സിസിനെയാണ്. x ആക്സിസിൽ 4ലാണ് പോയിൻ്റ് വരിക. അപ്പോൾ ഇതാണ് x ആക്സിസ്, അതിൽ 4ൽ നമ്മൾ മാർക്ക് ചെയ്യണു. 40 എന്നുള്ള പോയിൻ്റ് മാർക്ക് ചെയ്യും. അപ്പോൾ അതെ 0 - 3 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 40 എന്നുള്ള പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ 2 പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇക്വേഷൻ ആ ലൈൻസ് ആ പോയിൻറ്റ്സ് ജോയിൻ്റ് ചെയ്ത് ലൈൻ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ പ്രത്യേകിച്ച് എന്തില്ല, ഇക്വേഷനിൽ = എന്നുള്ള സൈൻ ഇല്ല. ഈ ലീനിയർ ഇനീക്വാലിറ്റിയിൽ = എന്നുള്ള സൈൻ ഇല്ല. = എന്നുള്ള സൈൻ ഇല്ലെങ്കിൽ അവിടെ നമ്മൾ ഡാർക്കൻ ചെയ്ത് വരയ്ക്കാൻ പാടില്ല, ഡോട്ട് ഇട്ടിട്ടേ വരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഇതുവരെ ചെയ്ത കണക്കുകളിലൊക്കെ നമുക്കവിടെ = എന്നുള്ള സൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡാർക്കൻ ചെയ്തിട്ടാണ് ഗ്രാഫിലെ ലൈൻ വരച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡോട്ടഡ് ആയിട്ടേ വരയ്ക്കാൻ പാടുള്ളൂ, കാരണം ഇവിടെ = എന്നുള്ള സൈൻ ഇല്ല, <> എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൈൻ വരയ്ക്കുമ്പോൾ ഡോട്ടഡ് ആക്കിയിട്ട് ഡോട്ട് ഇട്ടിട്ടാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഡോട്ട് ഇട്ട് വരച്ചതിന് ശേഷം അത് ആരോ ഇടുക, ആ ലൈനിന് ആരോ ഇട്ടു. ഇനി ഇതുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ആ ഇക്വേഷൻ എഴുതി വയ്ക്കുക. 3x - 4y < 12. ഇനി ഇതുമ്പോൾ ഷെയ്ഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയണം. അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് വരുമ്പോൾ ശ്രദ്ധിക്കുക, = ഇല്ലെങ്കിൽ അവിടെ ഡോട്ട് ഇട്ടിട്ടാണ് നമ്മൾ ലൈൻ വരയ്ക്കുക, ഡാർക്കൻഡ് ആയിട്ട് വരയ്ക്കരുത്. ഇനി ഒറിജിൻ പോയിൻ്റ് ഇതിൽ ഇൻക്ലൂഡഡ് ആണെങ്കിലാണ് നമുക്ക് ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒറിജിൻ പോയിൻ്റ് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കത് ലൈൻ കിടക്കുന്നത് മനസ്സിലാവുണ്ടാവും. ഇതാണ് നമ്മൾ ലൈൻ വരച്ചു വെച്ചത്. ഇതിൻ്റെ 2 സൈഡിലേക്ക് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. നോക്കിയാൽ ഒറിജിൻ കിടക്കുന്നത് 0 എന്നുള്ള ഒറിജിൻ കിടക്കുന്നത് ഇവിടെയാണ്.
അപ്പോൾ ഒന്നുകിൽ നമുക്ക് 0 ഇതിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ, ഒറിജിൻ പോയിൻ്റ് ഇതിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഒറിജിൻ വരുന്ന ഭാഗത്തേക്ക് വേണം നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ. 0 എന്നുള്ള ഒറിജിൻ പോയിൻ്റ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നമ്മൾ ഈ സൈഡിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആദ്യം തന്നെ ഈ ഇക്വേഷനിൽ 0 ഇൻക്ലൂഡഡ് ആണോ എന്ന്, ഒറിജിൻ പോയിൻ്റ് ഇൻക്ലൂഡഡ് ആണോ എന്ന് നോക്കണം. അപ്പോൾ 0 എന്നുള്ള ഒറിജിൻ പോയിൻ്റ് എടുത്തു. 3x - 4y < 12 എന്നുള്ള ഇക്വേഷൻ എടുത്തു. അതിൽ ഒറിജിൻ പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിൻ്റെ അവിടെ 0 ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വൈയുടെ അവിടെയും നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒറിജിൻ പോയിൻ്റ് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സിൻ്റെ അവിടെ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ വൈയിലും 0 എന്ന്, വൈയുടെ അവിടെയും 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 3 × 0 0 - 4 × 0 0 എന്ന് വരും, < 12. 0 - 0 0 < 12. ഇത് നമ്മളിങ്ങനെ ചെയ്ത് നോക്കണം എന്നില്ല. നമുക്ക് ഒറ്റയടിക്ക് ഇവിടെ നോക്കിയാലും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലും 0 < 12 എന്ന് മനസ്സിലാവും. 0 < 12 കിട്ടിക്കഴിഞ്ഞാൽ നോക്കുക, ഈ കിട്ടിയിരിക്കുന്നത് മാത്തമാറ്റിക്കലി കറക്റ്റാണ്. 0 < 12, അതെ, 12നേക്കാളും ചെറുതാണ് 0. മാത്തമാറ്റിക്കലി നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന 0 < 12 എന്നുള്ളത് കറക്റ്റാണ്. കറക്റ്റ് ആയതുകൊണ്ട്, ഇത് ശരിയായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒറിജിൻ ഇൻക്ലൂഡഡ് ഇൻ ദ സൊല്യൂഷൻ. ഒറിജിൻ പോയിൻ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ സൊല്യൂഷൻ. ഒറിജിൻ പോയിൻ്റ് ഇൻക്ലൂഡഡ് ആണ് ആ സൊല്യൂഷൻ്റെ ഉള്ളിൽ, അതായത് ഒറിജിൻ ഭാഗത്തേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒറിജിൻ പോയിൻ്റ് അതിൻ്റെ ഉള്ളിൽ പെടണം. അപ്പോൾ ഇവിടെ നിന്ന് ഒറിജിൻ കെടുക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടി വരും. ഒറിജിൻ കെടുക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഒറിജിൻ ഇതിൻ്റെ സൊല്യൂഷനിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ കെടുക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്യണം. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ, മാത്തമാറ്റിക്കലി ഇത് റോങ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ നമ്മൾ ഒറിജിൻ പോയിൻ്റ് കെടുക്കാത്ത ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്തേനെ. ഇത് മാത്തമാറ്റിക്കലി കറക്റ്റാണ്. 0 < 12 എന്നുള്ളത് കറക്റ്റ് ആയതുകൊണ്ടാണ് ഒറിജിൻ ഉൾപ്പെടുന്ന രീതിയിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യേണ്ടി വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആരതി took 3 examinations in a year. The marks obtained by her in the second and third examinations are more than 5 and 10 respectively than in the first examination. If her average mark is at least 80, find the minimum mark that she should get in the first examination. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. മിക്കവാറും അത് ഒരു ലീനിയർ ഇനിക്വേഷൻ ആവും. അപ്പോൾ നമുക്ക് നോക്കാം. ആരതി 3 എക്സാമിനേഷൻസ് എഴുതി. അതിൽ ഫസ്റ്റ് എക്സാമിനേഷനേക്കാളും കൂടുതൽ മാർക്ക് സെക്കൻഡ് എക്സാമിനേഷനും തേർഡ് എക്സാമിനേഷനും കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമിനേഷൻ എത്ര മാർക്കാണ് കിട്ടിയതെന്ന് അറിയില്ല എങ്കിൽ നമുക്ക് അറിയാത്ത അതിനെ നമുക്ക് എക്സ് ഒന്ന് കൊടുക്കാം. ഫസ്റ്റ് എക്സാമിനേഷൻ അവൾക്ക് കിട്ടിയ മാർക്ക് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ എക്സാമിനേഷന് 5 മാർക്ക് കൂടുതൽ കിട്ടിയെന്നാണ് പറയണേ. അപ്പോൾ എക്സ് + 5 മാർക്കാണ്. ആദ്യത്തെ എക്സാമിനേഷന് കിട്ടിയ 5 എക്സ് മാർക്കും രണ്ടാമത്തെ എക്സാമിനേഷന് 5 മാർക്ക് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ +5ഉം എക്സ് + 5 ആണ് സെക്കൻഡ് എക്സാമിനേഷന് കിട്ടിയ മാർക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ലൈൻ എഴുതി വയ്ക്കാം. ഷീ ഗോട്ട് the mark for first examination equal to x. She got the mark for first examination equal to x എന്ന് നമ്മൾ എടുക്കുന്നു. എങ്കിൽ സെക്കൻഡ് എക്സാമിനേഷൻ്റെ മാർക്ക് എക്സ് + 5 എന്ന് വരും. അതുപോലെ തേർഡ് എക്സാമിനേഷന് അവൾക്ക് കിട്ടിയ മാർക്ക് ഫോർ സെക്കൻഡ് എക്സാമിനേഷൻ എക്സ് + 5 എന്ന് എഴുതി. മാർക്ക് ഫോർ
തേർഡ് എക്സാമിനേഷൻ ഈക്വൽ ടു എക്സ് പ്ലസ് 10 എന്ന് കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇഫ് ഹെർ ആവറേജ് മാർക്ക് ഈസ് അറ്റ്ലീസ്റ്റ് 80 എന്നുള്ളത് ശ്രദ്ധിക്കുക. ആവറേജ് മാർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആവറേജ് മാർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി കിട്ടിയ മാർക്കുകളെല്ലാം കൂടി കൂട്ടുക, എത്ര എക്സാമിനേഷനാണ് നടന്നത് ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആവറേജ് മാർക്ക് ഈക്വൽ ടു ഫസ്റ്റ് എക്സാമിനേഷന് കിട്ടിയ മാർക്ക് എക്സ് പ്ലസ് സെക്കൻഡ് എക്സാമിനേഷന് കിട്ടിയ മാർക്ക് എക്സ് പ്ലസ് 5 പ്ലസ് തേർഡ് എക്സാമിനേഷന് കിട്ടിയ മാർക്ക് എക്സ് പ്ലസ് 10. 3 എക്സാമിനേഷന് കിട്ടിയ മാർക്കുകളും തമ്മിൽ കൂട്ടി ഡിവൈഡഡ് ബൈ ടോട്ടൽ 3 എക്സാമിനേഷനാണ് നടന്നേണേ. അപ്പോൾ എക്സാമിനേഷൻസിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവറേജ് മാർക്ക് കിട്ടും. ഇനി ഇവിടെ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് 80, ആ കിട്ടുന്ന മാർക്ക് അറ്റ്ലീസ്റ്റ് 80 ആയിരിക്കണം. അതായത് അറ്റ്ലീസ്റ്റിനെ മാത്തമാറ്റിക്കലി നമ്മൾ എഴുതുക ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്നാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 80, അതായത് 80യേക്കാളും കൂടുതൽ അല്ലെങ്കിൽ ഈക്വൽ ടു 80 ആണ് അവൾക്ക് കിട്ടിയ മാർക്ക്. അപ്പോൾ അറ്റ്ലീസ്റ്റിൻ്റെ അവിടെ ശ്രദ്ധിക്കുക, നമ്മൾ അറ്റ്ലീസ്റ്റിനെ യൂസ് ചെയ്യണ സിമ്പിൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ്. എങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ മിനിമം മാർക്ക്. എത്രയാണ് മിനിമം മാർക്ക്? ഫസ്റ്റ് എക്സാമിനേഷന് കിട്ടിയതാണ് ഏറ്റവും കുറവ് മാർക്ക് എങ്കിൽ എക്സ് ആണ് മിനിമം മാർക്ക്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്, ഇതൊരു ലീനിയർ ഇനിക്വേഷനാണ്, ഇതിൽ നിന്ന് കിട്ടേണ്ടത് നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ്. എങ്കിൽ ഇവിടെ എക്സ് 3 എക്സ് ഉണ്ട്, 3x പ്ലസ് 5ഉം പ്ലസ് 10ഉം കൂടി 15 ഡിവൈഡഡ് ബൈ 3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 80 എന്ന് വരും. ഇനി 3 കൊണ്ട് ഇവിടെ സെപ്പറേറ്റ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3xനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് 15നും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 80. ദെൻ എക്സ് പ്ലസ് 5 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 80. ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 80 മൈനസ് 5, പ്ലസ് 5 ഇങ്ങോട്ട് കിടക്കുമ്പോൾ മൈനസ് 5 ആവും. എങ്കിൽ 80 മൈനസ് 5 ദാറ്റ് ഈസ് 75. എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 75. എക്സിൻ്റെ വാല്യൂ 75 അതിൽ കൂടുതലോ ആവാം. Therefore the minimum mark is 75ഉം 75ൽ കൂടുതലും ആവാം എക്സിൻ്റെ വാല്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ 75 ആണ്. അപ്പോൾ ദ മിനിമം മാർക്ക് ഈസ് 75. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദ ഇനിക്വാലിറ്റി 3x മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു x plus 1 divided by 4 minus 1. Show the graph of the solution on a number line. അപ്പോൾ സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കൂടാതെ നമ്പർ ലൈനിൽ ആ സൊല്യൂഷൻ മാർക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ എടുത്തെഴുതി 3x മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1. ഇവിടെ നോക്കുക, ആദ്യം തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിനോമിനേറ്ററിനെ ക്യാൻസൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ ഡിവൈഡ് ബൈ 2 ഉണ്ട്, ഡിവൈഡ് ബൈ 4 ഉണ്ട്. ഇവിടെ 4 കൊണ്ട് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 2ഉം ക്യാൻസലായി പൊക്കോളും, ഡിവൈഡ് ബൈ 4ഉം ക്യാൻസലാവും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈഡ് ബൈ 4 ആണ് ചെയ്യണേ. ഓരോ ടേമിനെയും മൾട്ടിപ്ലൈഡ് ബൈ 4 ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ഒരു ടേം ഉണ്ട്, ഇത് രണ്ടാമത്തെ ടേം, മൈനസ് 1 എന്നുള്ളത് മൂന്നാമത്തെ ടേമാണ്. അപ്പോൾ 3 ടേമിനെയും മൾട്ടിപ്ലൈഡ് ബൈ 4 ചെയ്യണം. 3x മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 മൾട്ടിപ്ലൈഡ് വിത്ത് 4 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ 4 മൾട്ടിപ്ലൈഡ് വിത്ത് 4 മൈനസ് 1നെയും മൾട്ടിപ്ലൈഡ് വിത്ത് 4. എങ്കിലിവിടെ 2 4ൽ കട്ട് ചെയ്ത് കളയാം നമുക്ക്. അപ്പോൾ ഇവിടെ ബാക്കി 2 വരും. ഇനി 4ഉം 4ഉം കട്ട് ചെയ്ത് പോവും. 3x മൈനസ് 4നെ മൾട്ടിപ്ലൈഡ് വിത്ത് 2. അപ്പോൾ അവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. ശ്രദ്ധിക്കുക, 2 കൊണ്ട് 2 ടേമിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 2 2 ടേമിനും കോമൺ ആണ്, അതുകൊണ്ടാണ് നമ്മളവിടെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ തെറ്റിക്കരുത്. ഇനി എക്സ് പ്ലസ് 1 അങ്ങനെ തന്നെ എഴുതി, മൈനസ് 1 ഇൻറ്റു 4 മൈനസ് 4 എന്ന് വന്നു അവിടെ. ഇനി 2 കൊണ്ട് 3xനെയും മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് മൈനസ് 4നെയും മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 3x 6x, 2 ഇൻറ്റു മൈനസ് 4 മൈനസ് 8 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എക്സ് പ്ലസ് 1ഉം മൈനസ് 4ഉം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 3 വരും. ഇനി എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സിൻ്റെ ടേംസൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. 6x പ്ലസ് എക്സിനെ ഇങ്ങോട്ട് കിടത്തുമ്പോൾ മൈനസ് എക്സ് ആയിട്ട് മാറും. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇടുക.
-3 ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ട്. ഇനി -8നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ +8 ആയിട്ട് മാറും. 6x എന്ന് ഒരു എക്സ് പോയി കഴിഞ്ഞാൽ 5x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു -3യും +8ഉം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ +5 വരും. എക്സ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 5 എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 എന്ന ആൻസർ വരും. ഇവിടെ ഡിവൈഡ് ബൈ 5 ചെയ്തപ്പോൾ നമുക്ക് എക്സിൻ്റെ ആൻസർ 1 എന്ന് കിട്ടി. ഇവിടെ എക്സിൻ്റെ സൊല്യൂഷൻ എഴുതുക. സൊല്യൂഷൻ സെറ്റ് ഈസ്, എക്സിൻ്റെ സൊല്യൂഷൻ നോക്കുക. എക്സ് ഈക്വൽ ടു 1 എന്നുണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്നുണ്ട്. അപ്പോൾ 1 ആണ് 1നേക്കാൾ വലുതുമാണ് എങ്കിൽ 1ഉം ഇൻഫിനിറ്റിയും. എക്സ് ഈക്വൽ ടു 1 എന്നുള്ളതുകൊണ്ട് ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റാണ് ഇടേണ്ടത്. ഇത് ക്ലോസ്ഡ് ഒരു സൈഡിൽ എക്സ് ഈക്വൽ ടു 1 എന്നുള്ളതുകൊണ്ട് ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടണം. അതോടെ 1 എക്സിന് ഈക്വൽ ആയതുകൊണ്ട് ഇനി ഇവിടെ ഓപ്പൺ ഇൻ്റർവെൽ, ഓപ്പൺ ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. ഇൻഫിനിറ്റി ആണ് വാല്യൂ. 1ഉം 1നേക്കാൾ കൂടുതൽ വലിയ വാല്യൂസും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ നമ്പർ ലൈനിൽ ഇത് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്പർ ലൈൻ വരയ്ക്കണം. 0, 1, 2, 3 ഈക്വൽ ഡിസ്റ്റൻസിൽ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് റഫായി നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന്. 1ഉം 1നേക്കാൾ വലിയ വാല്യൂസുമാണ്. അപ്പോൾ പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വാല്യൂസിൻ്റെ അവിടെയാണ് പ്ലസ് ഇൻഫിനിറ്റി, അതായത് പ്ലസ് വാല്യൂസ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമെന്ന് കാണിക്കാൻ. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി, മൈനസ് വാല്യൂസ് ആണ് ഈ സൈഡിലേക്ക് വരിക. ഇനി 1 ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, ഈക്വൽ ടു ആണ്, അതായത് ബോക്സ് ബ്രാക്കറ്റാണ് യൂസ് ചെയ്യേണ്ടത്. 1 ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഡാർക്കൺ ചെയ്ത് കൊടുക്കണം. 1ഉം 1നേക്കാൾ വലിയ വാല്യൂസൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്പർ ലൈൻമേ ഡാർക്കൺ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി വരെ ഡാർക്കൺ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ മീനിങ് 1 എക്സിൽ ഇൻക്ലൂഡഡ് ആണ്. എക്സ് ഈക്വൽ ടു 1 ആണെന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ ഡാർക്കൺ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഈക്വൽ ടു എന്നുള്ള സൈൻ ഇല്ലെങ്കിൽ നമുക്കിവിടെ 1ൻ്റെ അവിടെ ഡാർക്കൺ ചെയ്യേണ്ടതില്ല. അത് മുന്നൊരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഡാർക്കൺ ചെയ്തത്. പിന്നെ ഇൻഫിനിറ്റ് വാല്യൂസ്, അതായത് എക്സിൻ്റെ വാല്യൂസ് 1നേക്കാളും വലുതാണ്. അപ്പോൾ പോസിറ്റീവ് സെക്ഷനിലേക്കാണ്, നമ്പറിൻ്റെ അവിടേക്കാണ് നമ്മൾ ഡാർക്കൺ ചെയ്തിട്ടുള്ളത്. 1ഉം 1നേക്കാളും വലിയ വാല്യൂസ് ഇതിൻ്റെ സൊല്യൂഷനിൽ ഉൾപ്പെടും.